എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റിൻ്റെ കാറ്റഗറി 3ക്ക് വേണ്ടിയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകളാണ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഹൈസ്കൂളിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന പാഠഭാഗത്തെ സംബന്ധിച്ചാണ്. ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിനെ കവർ ചെയ്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളും എഴുതിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള പോയിൻറ്റ്സുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ മാത്രമല്ല, സൈക്കോളജി സംബന്ധമായ ക്ലാസ്സുകളും ഇതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർ ഭാഗങ്ങളും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ സൈക്കോളജി ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടെ കാണുക. ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒപ്പം ആൻസർ ചെയ്തുകൊണ്ടാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു പോരുന്നത്. കേട്ടിട്ട് 2ഉം 3ഉം ഒക്കെ എഴുതുന്നവർക്ക് വളരെ അത്യാവശ്യമുള്ള ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത്. ഡോക്ടർ ശിവരാജൻ്റെ ബുക്കാണ് B.Edനുള്ള. അതേ ബുക്ക് തന്നെയാണ് നമ്മളിതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതുവരെ കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് ചെന്ന് കാണുക. അതിൻ്റെ തുടർ ഭാഗങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഇടുന്നതായിരിക്കും. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ടെക്സ്റ്റ് ബുക്കിൽ ആ പാഠഭാഗത്തിൻ്റെ പേരങ്ങനെയാണ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് 1770. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ആദ്യ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1865 അലഹബാദ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1865. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്കാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1865. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആധുനിക രീതിയിലുള്ള ബാങ്കിങ്ങിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണെന്ന് പറഞ്ഞു. ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് അലഹബാദ് ബാങ്കാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 2006 നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഇതൊരു PSC പരീക്ഷയിലെ ചോദ്യം കൂടിയാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 2006 നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പരാതികളൊക്കെ നമ്മൾ പരിഹാരം കാണുന്നതിനായിട്ടുള്ള നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്ന ബാങ്കിംഗ് സമ്പ്രദായമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി നിലവിൽ വന്ന സമ്പ്രദായമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് ആക്സിസ് ബാങ്ക് എന്നാണ്. UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര്, UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ആക്സിസ് ബാങ്ക്. പണ്ട് UTI എന്നായിരുന്നു, ഇപ്പോഴത്തെ പേരെന്താണ്? ആക്സിസ് ബാങ്ക്. UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ആക്സിസ് ബാങ്ക്. ഈ ആക്സിസ് ബാങ്കിൻ്റെയാണ് ഏറ്റവും ഉയരം കൂടിയ ATM. അത് ആക്സിസ് ബാങ്കിൻ്റെയാണ്. നമ്മളത് PSC പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം. ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഷ്യൻ അടിസ്ഥാന സൗകര്യ നിക്ഷേപ ബാങ്ക് AIIB, ഏഷ്യൻ
ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. AIBയുടെ ഫുൾ ഫോമാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഷ്യൻ അടിസ്ഥാന സൗകര്യ നിക്ഷേപ ബാങ്കാണ് AIIB. AIIBയുടെ ആസ്ഥാനം ബീജിംഗ്, ചെന്നൈയാണ്. AIIBയുടെ ആസ്ഥാനം ബീജിംഗ്, ചെന്നൈയാണ്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്. ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഷ്യൻ അടിസ്ഥാന സൗകര്യ നിക്ഷേപ ബാങ്കാണ് AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റിംഗ് ബാങ്ക്. AIB എന്താണ്? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റിംഗ് ബാങ്ക്. AIBയുടെ ആസ്ഥാനം എവിടെയാണ്? ബീജിംഗ്, ചെന്നൈയാണ്. AIB ബീജിംഗ്, ചെന്നൈ. AIBയുടെ ആസ്ഥാനമാണ് ബീജിംഗ്, ചെന്നൈ. ഇനി ഇവിടെ കുറിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ ഹൈസ്കൂളിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന പാഠഭാഗത്തിൽ നിന്ന് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഹൈസ്കൂളിലെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. കൂടുതൽ പോയിൻറ്റ്സ് പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടുവാൻ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം എന്നാൽ മാത്രം ഒരുപാട് പോയിൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ മെയിൻ പോയിൻറ്റ്സാണ് നോട്ടായിട്ട് കുറിച്ചിട്ടുള്ളത്. അതിൽ ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം ഭാരതീയ റിസർവ് ബാങ്കാണ്, RBI ആണ്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. അതായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? RBI ആണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് വർഷമാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935 ഇമ്പോർട്ടൻ്റ് ആണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. പലർക്കും തെറ്റിപ്പോവാറുണ്ട് ന്യൂഡൽഹി എന്ന്, എന്നാലല്ല. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പലവട്ടം PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ആസ്ഥാനം മുംബൈ ആണ്. അത് സ്ഥാപിതമായ വർഷം 1935. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് റിസർവ് ബാങ്ക്, ഭാരതീയ റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ₹1 ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. ₹1 നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്കാണ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ₹1 നോട്ടുകളും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്, അതായത് ₹1 നോട്ടുകളും ₹1 നാണയങ്ങളൊക്കെ അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ₹1 നോട്ടുകളും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്, നമ്മളത് മുന്നേ പറഞ്ഞിരുന്നു, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്, 1770. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, 1770. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. അപ്പോൾ 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃതമായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതായത് ഈ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് ദേശസാൽക്കരിച്ച ബാങ്കാണ്. അത് 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഇനി റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് ഗ്രാമീണ ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്.
ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവയ്ക്ക് വായ്പ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് എന്ത്? റീജിയണൽ റൂറൽ ബാങ്ക്. ഈ ഭാഗത്തെക്കുറിച്ച് പി എസ് സിയുടെ ഭാഗത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. നമുക്ക് പിന്നെ വിശദീകരിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിൽ മെയിനായിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ കുറിച്ചാണ്. പണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. മെയിൽ ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് എന്ത്? മെയിൽ ട്രാൻസ്ഫർ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുമാണ് എന്ത്? മെയിൽ ട്രാൻസ്ഫർ. എന്നാൽ ഈ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അതായത് മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പഠിച്ചു, മെയിൽ ട്രാൻസ്ഫർ പഠിച്ചു. ഇപ്പോൾ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ മെയിൽ ട്രാൻസ്ഫറിനേക്കാളും സ്പീഡായിട്ട് വേഗത്തിൽ അയക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് പ്ലാസ്റ്റിക് മണി. പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണ ആവശ്യങ്ങൾ നിറവേറ്റാം. ഇത്തരം കാർഡുകൾ അറിയപ്പെടുന്നത് എന്താണ്? പ്ലാസ്റ്റിക് മണി. പണം കയ്യിൽ വെക്കാതെ തന്നെ നമുക്ക് കാർഡുകൾ ഉപയോഗിച്ച് പണ ആവശ്യങ്ങൾ നിറവേറ്റാം. ഇതാണ് പ്ലാസ്റ്റിക് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് ഏതാണെന്ന് നോക്കാം. നെറ്റ് ബാങ്കിലൂടെയും ടെലി ബാങ്കിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്ക്. നെറ്റ് ബാങ്കിലൂടെയും ടെലി ബാങ്കിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. നെറ്റ് ബാങ്കിലൂടെയും ടെലി ബാങ്കിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് എന്ത്? ഇലക്ട്രോണിക് ബാങ്കിങ്. അതുപോലെ തന്നെ കോർ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. കോർ ബാങ്കിൻ്റെ ഫുൾ ഫോമാണ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. അതായത് എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണിത്. കോർ ബാങ്കിങ് വെച്ചാൽ എന്താണ്? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് എന്ത്? കോർ ബാങ്കിങ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ്ങിൻ്റെ ഫുൾ ഫോം സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നാണ്. മഹിളാ ബാങ്ക് 2013 നവംബറിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അതിൻ്റെ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. മഹിളാ ബാങ്ക് ഇപ്പോൾ SBIയിൽ ലയിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. 2013 നവംബറിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്കാണ്. എന്നാൽ ഇന്നത് SBI ലയിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനി പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണെന്ന് നോക്കാം. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും
കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് ഈ പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ വരുമാനമുള്ളവരെയും ചെറുകിട വ്യവസായികൾ, ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവരെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് എന്ത്? മുദ്ര ബാങ്ക്. ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്ക് ഏതാണ്? മുദ്ര ബാങ്കാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര കാര്യങ്ങളെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നോട്ട്സ് എഴുതിയെടുത്തത്. വിശദമായിട്ട് നമുക്ക് കൂടുതൽ പോയിന്റ്സ് ഈ ക്ലാസ്സിൽ തന്നെ പറയാം. നമ്മളിപ്പോൾ റിസർവ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞ കുറേ പോയിന്റ്സ് ഈ ഭാഗങ്ങളിലുണ്ട്. ഒന്നും കൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയ വർഷം 1934. എന്നാൽ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. അപ്പോൾ എന്താ പറയുക, ഇതിൽ ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 35. അതിന് തൊട്ട് മുമ്പ് വർഷമാണ് ഈ ആക്ട് പാസ്സായത് 1934. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് തന്നെയാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ആ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. അതുപോലെ തന്നെ വൃക്ഷം എണ്ണപ്പനയാണ്. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊണ്ടത്. ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ? RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേര്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേരാണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ടത്. എന്താണ്? റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേര്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949. നമ്മൾ അതിന് മുന്നേ പറഞ്ഞു 1969 അതുപോലെ തന്നെ 1980 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്ന്. എന്നാൽ 1949 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. വീണ്ടും നമ്മൾ മുന്നേ പറഞ്ഞതാണ് മുംബൈ ആണ്, തെറ്റിപ്പോവരുത്. മുംബൈ ആണെന്നുള്ള പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക്. അതായത് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ ഈ IMF എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖാണ്. അപ്പോൾ ആദ്യ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണറാണ് ചോദ്യം വന്നാൽ CD ദേശ്മുഖാണ്.
റിസർവ് ബാങ്കിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത KJ ഉദ്ദേശിയാണ്. റിസർവ് ബാങ്കിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത ആരാണ്? KJ ഉദ്ദേശിയാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം കൈയാളുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ രൂപയ്ക്ക് SDR ലഭിച്ച വർഷം 1990-91 ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ രൂപയ്ക്ക് SDR ലഭിച്ച വർഷം 1990-91 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ ഒഴികെയുള്ള, അപ്പോൾ നമ്മൾ പറഞ്ഞു 1 രൂപ നോട്ട് റിസർവ് ബാങ്ക് അല്ല അച്ചടിക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994. ഈ 1 രൂപ നോട്ട് നിർത്തലാക്കി അതേത് വർഷമാണ്? 1994 കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994. 1 രൂപ നാണയം നിർമ്മിച്ചിരുന്ന ഘടകങ്ങൾ ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലും ഉപയോഗിച്ചാണ്. ഫെറാറ്റിക് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് 1 രൂപ നാണയം നിർമ്മിച്ചിരുന്ന ഘടകങ്ങൾ. RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ് ആണ്. RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഇനി നെടുങ്ങാടി ബാങ്കിനെ കുറിച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടി. 1899 കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ടത്. 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് നോക്കാം. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ് SBIയുടെ ആപ്തവാക്യം. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ് SBIയുടെ ആപ്തവാക്യം. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാണ് ടാഗോർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. തെറ്റിപ്പോവരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് ആണ്. അതൊരു PSC ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൻസ് ആണ്. ഇംപീരിയൽ ബാങ്കിന് ഇംപീരിയൽ ബാങ്ക് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ജോൺ കെയ്ൻസ് ആണ്. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത് 1955 അപ്പോൾ ഇത് നിലവിൽ വന്നത് 1921 എന്നാൽ ഇംപീരിയൽ ബാങ്കിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് ലഭിച്ചത് 1955 SBI ദേശസാൽക്കരിച്ചത് 1955 അപ്പോൾ ദേശസാൽക്കരിച്ച സമയത്ത് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അതിന് പേരായത്. ദേശസാൽക്കരിച്ച വർഷം 1955 ഇനി ഈ SBIയുടെ അസോസിയേറ്റഡ് ബാങ്കുകൾ 5 എണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ, അത് ജയ്പൂരാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ബാംഗ്ലൂരു ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല പട്യാലയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തിരുവനന്തപുരമാണ്. അപ്പോൾ 5 അസോസിയേറ്റഡ് ബാങ്കുകളാണ് SBIക്കുള്ളത്. അതിൻ്റെ പേരും അതെവിടെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിയിൽ സ്ഥാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിയിൽ സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത് 2004 ഫെബ്രുവരിയിൽ കൊച്ചിക്കും വൈപ്പിനും ഇടയിലാണ്. ആ ഒരു ഫ്ലോട്ടിംഗ്
ATM എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിയിൽ സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2004 ഫെബ്രുവരി കൊച്ചിക്കും വൈപ്പിനും ഇടയിലാണ്. ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് എന്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. SBIക്ക് എത്ര അസോസിയേറ്റഡ് ബാങ്കുകളുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് 5. അതാണ് നമ്മൾ പേരുകൾ പറഞ്ഞത്. ജയ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പട്യാല, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലുള്ള SBIയുടെ അസോസിയേറ്റഡ് ബാങ്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് SBI മുംബൈ ബ്രാഞ്ച്. നമ്മൾ കോർ ബാങ്കിങ് എന്താണ് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് ആരാണ്? SBI മുംബൈ ബ്രാഞ്ചാണ്. SBIയുടെ തന്നെ മുംബൈ ബ്രാഞ്ചാണ് എന്ത് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയത്. എല്ലാ ബാങ്കുകളുടെയും ഒരു സെർവർ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടെയാണ് എന്ത് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് SBI മുംബൈ ബ്രാഞ്ചാണ്. SBIയുടെ മുംബൈ ബ്രാഞ്ചാണ് കോർ ബാങ്കിങ് ആദ്യമായി നടപ്പിലാക്കിയത്. അടുത്തത് മുൻ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരുവാൻ SBI ആരംഭിച്ച പുതിയ പദ്ധതി ബാങ്ക് വാപ്പസി. മുമ്പത്തെ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT ആരംഭിച്ച പദ്ധതി എന്താണ്? ബാങ്ക് വാപ്പസി. മുൻ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. ഇനി നമുക്ക് ICICI ബാങ്കിനെ കുറിച്ച് പഠിക്കാം. ICICI ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിലെന്താണ്? പ്രൈവറ്റ് ബാങ്കാണ് ICICI. സ്വകാര്യ ബാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ചോദിച്ചാലാണ് ICICI. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചാൽ ഏതാണ് എഴുതുക? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് SBI. എന്നാൽ സ്വകാര്യ വാണിജ്യ ബാങ്ക് ചോദിച്ചാൽ ICI ആണ്. ICI ബാങ്കിൻ്റെ പൂർണ്ണനാമം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ബാങ്കാണ്. രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ICICI ബാങ്ക്. യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ICICI ബാങ്ക്. രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ബാങ്ക്. ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955. ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം 1994. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം 1994. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം ഏതാണ്? 1994. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ഇനി HDFC ബാങ്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. HDFC ബാങ്ക് രൂപീകൃതമായത് 1994. അപ്പോൾ നമ്മൾ ICICIൻ്റെ വർഷം പഠിച്ചു 1994. അപ്പോൾ SBI രൂപീകൃതമായതും 1994. അപ്പോൾ ICICIയും HDFCയും ഒരേ വർഷമാണ് രൂപീകൃതമായത് 1994. HDFC ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്, മഹാരാഷ്ട്ര. നമ്മൾ RBIയുടെ ആസ്ഥാനം എവിടെയാണ് പഠിച്ചു? മുംബൈ ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ HDFCയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ലയനം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കുകൾ തമ്മിൽ ലയനം ഉണ്ടായത് ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിലാണ്. 2000 ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിലാണ് ആദ്യ സ്വകാര്യ ബാങ്കുകൾ തമ്മിലുള്ള ലയനമുണ്ടായത്. ടൈംസും അതുപോലെ തന്നെ HDFCയും കൂടിയിട്ടുള്ളതാണ് സ്വകാര്യ ബാങ്കുകൾ ലയിച്ചിട്ടുള്ളത്. എപ്പോഴാണ്? 2000. അപ്പോൾ HDFC ബാങ്ക് രൂപീകൃതമായത് 1994. HDFC ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ലയനം ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിൽ 2000. ഇനി HSBC ബാങ്ക്. HSBC ബാങ്ക് രൂപീകൃതമായത് 1991.
HSBC ബാങ്കിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. HSBCയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നത് തോമസ് സൂത്തർലാൻഡ് ആണ്. അപ്പോൾ SBC ബാങ്ക് 91 ആസ്ഥാനം ലണ്ടനാണ്. സ്ഥാപകൻ ആരാണ്? തോമസ് സൂത്തർലാൻഡ്. രൂപീകൃതമായ വർഷം 91. HSBC രൂപീകൃതമായത് 91 ബാങ്കിൻ്റെ HSBC ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനാണ്. HSBC ബാങ്കിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് തോമസ് സൂത്തർലാൻഡ് ആണ്. അടുത്ത് നമ്മൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഫെഡറൽ ബാങ്ക് രൂപീകൃതമായത് 1945. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഒരു PSC ക്വസ്റ്റ്യൻ കൂടിയാണ്, ആലുവയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവയാണ്. ഫെഡറൽ ബാങ്ക് രൂപീകൃതമായത് 1945. ഫെഡറൽ ബാങ്ക് രൂപീകൃതമായത് 1945. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആലുവ. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാല ലജ്പത് റായ് ആണ്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിൽ വർഷം 1895. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാല ലജ്പത് റായ് ആണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഹാബച്ചത് പദ്ധതി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഹാബച്ചത് പദ്ധതി. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂറാണ്. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരമാണ് ജയ്പൂർ. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. സ്ഥാപിച്ചത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു? ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചതും എവിടെ തന്നെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി VRS കൊടുക്കുന്ന നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞു പോകുന്ന പദ്ധതി VRS പദ്ധതി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി ബന്ധൻ ബാങ്ക്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേര് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 2015 ആഗസ്റ്റ് 23. 2015 ആഗസ്റ്റ് 23 ഉദ്ഘാടകൻ ആരാണ്? പ്രണബ് മുഖർജിയാണ്. ബന്ധൻ ബാങ്കിൻ്റെ ആദ്യ ചെയർമാനാണ് അശോക് കുമാർ ലാഹിരി. ബന്ധൻ ബാങ്കിൻ്റെ ആദ്യ ചെയർമാനാണ് ആര്? അശോക് കുമാർ ലാഹിരി. ഉദ്ഘാടനം ചെയ്ത് പ്രണബ് മുഖർജിയാണ്. 2015. അതുപോലെ തന്നെ ബന്ധൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേരെന്താണ്? ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2015 ആഗസ്റ്റ് 23. ഉദ്ഘാടകൻ പ്രണബ് മുഖർജിയാണ്. ബന്ധൻ ബാങ്കിൻ്റെ ആദ്യ ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് IDFC ആണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് IDFC. IDFC ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 2015 ഒക്ടോബർ 1. 2015 ഒക്ടോബർ 1 IDFC ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. IDFC ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഹാറ്റ് ബാങ്ക്. IDFC ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഹാറ്റ് ബാങ്ക് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ട്. ഇനി അതിൽ കരുതൽ ധനാനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കണം. ഇതിനെയാണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കണം. ഇതാണ് എന്ത്? കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. കോർ ബാങ്കിങ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ബാങ്കിങ്ങിൻ്റെ ശാഖകൾ
തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് സേവനം ലഭ്യമാക്കുന്ന സൗകര്യത്തിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കോർ ബാങ്കിങ്. ഒരു സർവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളെയും ഒരു കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ത്? കോർ ബാങ്കിങ്. ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് സേവനം ലഭ്യമാക്കുന്ന സൗകര്യത്തിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് എന്ത്? കോർ ബാങ്കിങ്. അടുത്ത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു RRBയെ കുറിച്ചിട്ട്. അതിൻ്റെ കൂടുതൽ പോയിന്റ്സുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് എന്ത്? ഗ്രാമീണ ബാങ്കുകൾ. അത് RRB. നമ്മൾ പറഞ്ഞല്ലോ റീജിയണൽ റൂറൽ ബാങ്ക് എന്നൊക്കെ. അപ്പോൾ ഗ്രാമീണ ബാങ്കുകൾ എന്താണ്? ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീണ ബാങ്കുകൾ. റീജിയണൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായത് 1975-ലാണ്. അതായത് RRB റീജിയണൽ ഗ്രാമീണ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് എപ്പോഴാണ്? 1975-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ ബാങ്ക് സ്ഥാപിതമായത് മൊറാദാബാദ്, ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ ബാങ്ക് സ്ഥാപിതമായത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ്. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. മറന്നു പോകരുത്. RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റി. 1992-93 നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഏറ്റവും അധികം റീജിയണൽ ഗ്രാമീണ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിലാണ്. നമ്മൾ പഠിച്ചു, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യത്തെ റീജിയണൽ ബാങ്ക് സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഏറ്റവും അധികം റീജിയണൽ ഗ്രാമീണ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ, ഈ റീജിയണൽ RRB റീജിയണൽ റൂറൽ ബാങ്ക് ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഏത്? സിക്കിമും ഗോവയും. ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. നമ്മൾ പഠിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. 2013 ജൂലൈ 8-നാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറമാണ്. സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1970 ആരംഭിച്ചതാണ് ഈ ബാങ്ക്. ഏത്? RRB ഗ്രാമീണ ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1970 ആരംഭിച്ചതാണ് ഈ ബാങ്ക്. ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യുന്നൂസും ചേർന്ന് 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടി. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യുന്നൂസാണ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യുന്നൂസാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണത്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് യുന്നൂസാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നബാർഡിനെ കുറിച്ചാണ്. നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12-ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്തിരി വ്യത്യസ്തമായി പഠിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനമാണ്. അതെവിടെയാണ്? ന്യൂഡൽഹി. ഇപ്പോൾ ഈ നബാർഡ് ആയാലും അതുപോലെ തന്നെ RBI ഒക്കെ ആയാലും എവിടെയാണ്? മുംബൈയിലാണ്, ബോംബെയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12-ആണ്. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷൻ. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12-നാണ്. ഇനി നമ്മൾ പറയുന്നത് എക്സിം ബാങ്കിനെ കുറിച്ചാണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്കാണ്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്കാണ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. അത് 1982 സ്ഥാപിതമായത്. എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? മുംബൈ തന്നെയാണ്. എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്.
അടുത്തത് സിഡ്ബി ആണ്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. സിഡ്ബി പ്രവർത്തനം ആരംഭിച്ചത് 1990-ലാണ്. സിഡ്ബി പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1990 ഏപ്രിൽ 2-നാണ്. ഇന്ത്യയിലെ ആഭ്യന്തര വാണിജ്യത്തിന് പണം നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. അതിൽ ഇന്ത്യയിലെ ആഭ്യന്തര വാണിജ്യത്തിന് പണം നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനം സഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ആണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക്. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്കാണ് സിഡ്ബി. അടുത്ത നമ്മൾ IFCIയെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അത് സ്ഥാപിതമായത് 1948 ന്യൂഡൽഹിയിലാണ്. സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനമായി IFCI പ്രവർത്തിക്കുന്നു. അപ്പോൾ IFC എന്താണ്? സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനമാണ് ഏത്? IFCI. സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനമാണ് IFCI. അതിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് സ്ഥാപിതമായത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇനി പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, സാധ്യതയുള്ളതാണ് പരീക്ഷകൾക്ക്, നന്നായി പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം HDFC ആണ്. ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം HDFC. ഓൺലൈൻ ബാങ്കിങ് HDFC. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്കാണ്. ISO സർട്ടിഫിക്കറ്റ് കാനറ ബാങ്കാണ്. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്ക്. ഓൺലൈൻ ബാങ്കിങ് സംവിധാനം എവിടെയാണ്? HDFC ആണ്. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്കാണ്. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്കാണ്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ്? ബംഗാൾ ബാങ്കാണ്. ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യ ബാങ്ക് HSBC. ATM സൗകര്യം HSBC ആണ്. ATM സൗകര്യം നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ആണ്. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ഏതാണ്? HDFC ആണ്. എന്നാൽ ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ആണ്. സേവിംഗ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് പ്രസിഡൻസി ബാങ്കാണ്. സേവിംഗ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്കാണ്. കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്ക് HDFC. അതുപോലെ തന്നെ ISO സർട്ടിഫിക്കറ്റ് നേടിയത് കാനറ ബാങ്ക്. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയത് ബംഗാൾ ബാങ്കാണ്. ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യ ബാങ്ക് HSBC ആണ്. 1987 മുംബൈയിലാണ്. ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? ICICI. സേവിംഗ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് പ്രസിഡൻസി ബാങ്ക്. ഇനി മുദ്രാ ബാങ്കാണ്. ഇത് അടുത്തിടയ്ക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ അതാണ് മുദ്രാ ബാങ്ക്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായി 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് മുദ്ര മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കാണ്. മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കാണ്. ഈ മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ അല്ലെ ശിശു, കിഷോർ, തരുൺ എന്നീ വിഭാഗങ്ങളിലാണ് ആ ലോണുകളുടെ പേരുകൾ അറിയപ്പെടുന്നത്. അതിൽ ശിശു ലോണിൽ കൊടുക്കുന്ന വായ്പയാണ് 50,000 താഴെയാണ്. ശിശുവിൽ കൊടുക്കുന്നതാണ് 50,000 താഴെ. എന്നാൽ കിഷോറിൽ കൊടുക്കുന്ന വായ്പയാണ് 50,000 മുതൽ 5 ലക്ഷം വരെ. കിഷോറിൽ 50,000 മുതൽ 5 ലക്ഷം വരെ. തരുണിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. അപ്പോൾ മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളാണ് ശിശു, കിഷോർ, തരുൺ. ശിശുവിൽ 50,000 താഴെയാണ്. കിഷോറിൽ 50,000 തൊട്ട് 5 ലക്ഷമാണ്. തരുണിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. നമുക്ക് ബാങ്ക് ദേശസാൽക്കരണത്തെക്കുറിച്ചൊന്ന് നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969
ജൂലൈ 19 വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊല്ലമാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969. എന്നാൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980. ഒന്നാം ഘട്ടം 69-ലും രണ്ടാം ഘട്ടം 1980-ലുമാണ്. ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 20 2013 ഭാരതീയ മഹിളാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 20 ആയി. ATM എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ലൂതർ ജോർജ് സിംജിയനാണ്. ATM എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ലൂതർ ജോർജ് സിംജിയനാണ്. ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിന് വേണ്ടി 1969 ഡോക്യൂടെൽ എന്ന കമ്പനി സ്ഥാപിച്ച ഡോക്യൂടെൽ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ATMകളുടെ യഥാർത്ഥ മുൻഗാമി. ATM എന്ന ആശയം കൊണ്ടുവന്ന ആരാണ്? ലൂതർ ജോർജ് സിംജിയനാണ്. അപ്പോൾ ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിന് വേണ്ടി 1969 ഡോക്യൂടെൽ എന്ന കമ്പനി സ്ഥാപിച്ച ഡോക്യൂടെൽ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ATMകളുടെ യഥാർത്ഥ മുൻഗാമി. ATM കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർഡ് ബാരനാണ്. ATM കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർഡ് ബാരനാണ്. ആധുനിക രീതിയിലുള്ള ATM കണ്ടുപിടിച്ചത് ഡൊണാൾഡ് സി വെറ്റ്സലാണ്. ATM കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഷെഫേർഡ് ബാരൻ. നമ്മളതിൻ്റെ ആശയം കൊണ്ടത് ജോർജ് സിംജിയൻ ആണെന്ന് പറഞ്ഞു, ലൂതർ ജോർജ് സിംജിയൻ. എന്നാൽ ATM കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർഡ് ബാരൻ. ATM കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർഡ് ബാരൻ. എന്നാൽ ആധുനിക രീതിയിലുള്ള ATM കണ്ടുപിടിച്ചത് ഡൊണാൾഡ് സി വെറ്റ്സൽ. ആധുനിക രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള ആധുനിക രീതിയിലുള്ള ATM കണ്ടുപിടിച്ചത് ആരാണ്? ഡൊണാൾഡ് സി വെറ്റ്സലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ATM 1987 മുംബൈയിൽ തുറന്നത് ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായി ബാങ്കിങ് കോർപ്പറേഷൻ HSBC. ദ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായി ബാങ്കിങ് കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ATM 1987 മുംബൈയിൽ തുറന്നത്. HSBC ബാങ്കാണ്. നമ്മൾ പഠിച്ചു ആദ്യത്തെ ATM. അപ്പോൾ ആദ്യത്തെ ATM 1987 മുംബൈയിലാണ് അവർ തുറന്നത്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM തുടങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതും നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഒഴുകുന്ന ഫ്ലോട്ടിംഗ് ATM സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2004 കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കർ ബോട്ടിലായിരുന്നു ഈ ATM. കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കർ ബോട്ടിലായിരുന്നു ഈ ATM സ്ഥാപിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലെ തെഗു ആക്സിസ് ബാങ്കിൻ്റെയാണ് ഈ ATM. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലെ തെഗു. ഏറ്റവും കൂടുതൽ ATMകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ATMകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും മൂന്നാം സ്ഥാനം കർണാടകയുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ATMകൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത് കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. 1922 തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായിട്ട് ATM ബാങ്ക് ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. 1992 തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യത്തെ ATM ആരംഭിച്ചത്. അതാരാണ്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്ന ബാങ്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് ATM ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് ATM ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. 1992 തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇനി നമ്മൾ പറയുന്നത് ദേശസാൽകൃത ബാങ്കുകളും അതിൻ്റെ ആസ്ഥാനങ്ങളാണ്. നമ്മൾ 20 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്നൊക്കെ പഠിച്ചു. ആ ബാങ്കുകളും അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് നമ്മളിനി പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, ദേന ബാങ്ക് മുംബൈ, ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ,
യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ. അപ്പോൾ മുംബൈയിലുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈയാണ്. ഇന്ത്യൻ ബാങ്ക് ചെന്നൈ. അപ്പോൾ ചെന്നൈയിലുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഇന്ത്യൻ ബാങ്കും. ഇനി മംഗലാപുരത്ത് കോർപ്പറേഷൻ ബാങ്ക്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹി, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ന്യൂഡൽഹി. ബാങ്ക് ഓഫ് ബറോഡ വഡോദരയാണ്. ബാങ്ക് ഓഫ് ബറോഡ വഡോദരയാണ്. കനറ ബാങ്ക് ബാംഗ്ലൂരാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് മണിപ്പാൽ കർണാടകമാണ്. അലഹബാദ് ബാങ്ക് കൊൽക്കത്തയാണ്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊൽക്കത്ത, യൂക്കോ ബാങ്ക് കൊൽക്കത്ത, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലോക് മംഗാൾ. അതുപോലെ തന്നെ വിജയ ബാങ്ക് ബാംഗ്ലൂരാണ്. വിജയ ബാങ്ക് ബാംഗ്ലൂരാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലോക്മംഗൾ പൂനെയാണ്. ആന്ധ്ര ബാങ്ക് ഹൈദരാബാദാണ്. ആന്ധ്ര ബാങ്ക് എവിടെയാണ്? ഹൈദരാബാദാണ്. ഭാരതീയ മഹിളാ ബാങ്ക് ന്യൂഡൽഹി. ഭാരതീയ മഹിളാ ബാങ്ക് ന്യൂഡൽഹിയിലാണ്. ഇനി ഓരോ ബാങ്കുകളുടെ അതിൻ്റെ ആപ്തവാക്യം മുദ്രാവാക്യങ്ങളാണ്. അതിൻ്റെ ആപ്തവാക്യങ്ങൾ ഓരോന്നിനെ കുറിച്ചിട്ട്. അപ്പോൾ SBI പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ്. SBIയുടെ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. SBI വിത്ത് യു ഓൾ ദ വേ. SBIയുടെ തന്നെയാണ് വിത്ത് യു ഓൾ ദി വേ. SBIയുടെ ദ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, ദ ബാങ്ക് ഓഫ് ദി കോമൺ മാൻ. SBIയുടെ തന്നെ വാക്യങ്ങളാണ് ദ ബാങ്ക് ഓഫ് ദി കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. അതുപോലെ തന്നെ ദ ബാങ്കർ ടു every Indian, the banker to every Indian, the nation banks on us, the nation banks on us. അപ്പോൾ SBIയുടെ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദ നേഷൻ ബാങ്ക്സ് ഓൺ അസ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, ദ ബാങ്ക് ഓഫ് ദി കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് ആണ്. ഫെഡറൽ ബാങ്കിൻ്റെ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ആണ് ഫെഡറൽ ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. HDFCയുടെ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. HDFC വി അണ്ടർസ്റ്റാൻഡ്. യൂക്കോ ബാങ്ക് ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. യൂക്കോ ബാങ്കിൻ്റെ ഹോണേഴ്സ് യുവർ ട്രസ്റ്റ് എന്നാണ്. ഇനി ICICIയുടെ ഖയാൽ ആപ്ക. ICICIയുടെ ഖയാൽ ആപ്കയാണ്. SBI പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. അതുപോലെ തന്നെ വിത്ത് യു ഓൾ ദ വേ, ദ ബാങ്ക് ഓഫ് ദി കോമൺ മാൻ, ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ, ദ നേഷൻ ബാങ്ക്സ് ഓൺ അസ്. അതൊക്കെ SBIയുടെ ആണ്. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ഫെഡറൽ ബാങ്ക്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. ഇനി HDFCയുടെ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. യൂക്കോ ബാങ്ക് ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. ICICI ഖയാൽ ആപ്ക. ICICI ഖയാൽ ആപ്ക. അടുത്തത് പേയ്മെൻറ്റ് ബാങ്കുകളെ കുറിച്ചാണ്. ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയതായി നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. അത് ബാങ്ക് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയതായി നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നചികേത് മോർ കമ്മീഷൻ. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നചികേത് മോർ കമ്മീഷൻ. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം 1 ലക്ഷം രൂപയാണ്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം 1 ലക്ഷം രൂപയാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം 100 കോടി രൂപയാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം എന്താണ്? 100 കോടി രൂപയാണ്. ബാങ്കിങ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ്ങിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയതായി നിലവിൽ വന്ന ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്കത് കൂടുതലായി മനസ്സിലാകും.
PSC ആയാലും അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 3 ആയാലും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് RBI കുറിച്ചിട്ടും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ RBI പ്രത്യേകം എടുത്ത് പഠിക്കുക എന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ PSCയിലും കേട്ടറ്റിൻ്റെ കാറ്റഗറിയിലൊക്കെ 3 ചോദിച്ച് വരുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. PSCയുടെ എല്ലാ ക്ലാസ്സുകളും വരുന്ന നാളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്